നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശി എന്നെ വിട്ട് എങ്ങോട്ടും പോവല്ലേ. അടങ്ങി നിക്കടി. അവളുടെ ഒരു പൂങ്കണ്ണീര് നിനക്കുള്ളതേ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പ്രസവ ശുശ്രൂഷയ്ക്ക് നൽകുന്ന കഷായം പോലെ ഇടയ്ക്കിടയ്ക്ക് തന്നോളാം. ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗുളികകളും തരാം. അമ്മേ, കാർത്തിമോൻ ഇപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അമ്മ അവനോട് ക്ഷമിക്കണം. അവന് വേണ്ടി ക്ഷമ പറയാൻ നീ ആരടി? നീ അമ്മ അമ്മ എന്ന് പറഞ്ഞ അമ്മയാവോ? ഇവൻ എന്റെ മകനാ. ഇവനെ പ്രസവിച്ചതേ ഞാനാ. ജഗദീഷ്, എന്റെ നന്ദിനി അടുത്തി ഏട്ടത്തിയുടെ സന്മനസ്സിനും സ്നേഹവാത്സല്യങ്ങൾക്കും ഒന്നും ഇവൻ പുല്ലു വില കൽപ്പിച്ചിട്ടില്ല. പിന്നെന്തിനൂടെ നിന്റെ ആട്ടുനിൽക്കും കേൾക്കണം? നിയമം അനുസരിച്ചാണെങ്കിലേ ഈ ചെമ്പകമംഗലത്തിന് അടുത്ത അവകാശം ഇളയ മകനായി എനിക്കാ. പക്ഷേ സമ്പത്തിനേക്കാളും സൗഭാഗ്യത്തെക്കാളും ഉപരി ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കുന്നു. അവരെനിക്കല്ല, അവര് പറയുന്നത് ഞാൻ കേൾക്കും. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവന്. മറ്റുള്ളവരുടെ സമ്പാദ്യം ആഗ്രഹിക്കുന്ന ഇത്തിൽ കണ്ണികൾക്കിരിക്കട്ടെ ചെമ്പകമംഗലം. പരപീടി അടിക്കാൻ നടക്കുന്ന കീടങ്ങൾ. ചെല്ലു മാലതി, ചെന്ന് സാധനങ്ങളൊക്കെ എടുക്ക് പോ. എന്താ ACP കാണിക്കുന്നൊക്കെ? ഞാനോ ഈ നിൽക്കുന്ന മറ്റാരെങ്കിലോ നിങ്ങളുടെ ഭാര്യയുടെ ഒളിച്ചോട്ടത്തിന് സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ തിരിച്ചു വിളിക്കണം. അയ്യോ അമ്മേ, മിണ്ടിപ്പോകരുത് നീ. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ നിയമമാണ്. ഞാനാണ് വക്കീലും കോടതിയും ജസ്റ്റിസും അല്ല. ഇവിടെ എന്നെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ആര് ശ്രമിച്ചാലും ശരി, അവര് ഈ വീടിന് പുറത്താ. നീ എതിർത്താൽ നിന്നെ ഞാൻ പുറത്തേക്ക് വിടില്ല. നിന്നെ ഇവിടെ ഇട്ട് പച്ചയ്ക്ക് കത്തിച്ചു കളയും. മനസ്സിലായോടി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.